ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗവും നരകവും നേരത്തെ തീരുമാനിച്ചതാണ്. ഒരു വ്യക്തിയുടെ ദുആ കാരണം ഖദറിൽ മാറ്റമുണ്ടായി അയാൾ നരകത്തിൽ നിന്നും സ്വർഗത്തിൽ പ്രവേശിക്കുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. ഖദാ ഖദറുമായി ബന്ധപ്പെട്ടുള്ളൊരു വിഷയമാണത്. ഏതൊരാൾക്കും തനിക്കെന്താണ് അള്ളാഹു നിശ്ചയിച്ചതെന്നതും വിധിച്ചതെന്നതും അറിയില്ല. ഖദർ അത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഗൈബാണ്. നമ്മളോടൊക്കെ പറഞ്ഞാൽ എന്താ? സ്വർഗത്തിന് വേണ്ടിയിട്ട് പണിയെടുക്കുക, സ്വർഗം അള്ളാഹിനോട് ചോദിക്കുക, നരകത്തിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടി തേടുക, നരകാർഹമായ പ്രവൃത്തികളിൽ നിന്ന് വിട്ടു നിൽക്കുക. ഇതാണ് നമ്മളോട് പറഞ്ഞത്. ഇഅ്മലു കുല്ലു മുയസ്സറുൻ ലിമാ ഖുലിഖ ലഹു എന്നാണ്. നമ്മളോടൊക്കെ കർമ്മങ്ങൾ ചെയ്ത് മത്സരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. താൻ സൃഷ്ടിക്കപ്പെട്ടതിന് എളുപ്പം നൽകപ്പെട്ടവനാണ്, എല്ലാവരും പ്രവർത്തിക്കാനാണ് പറഞ്ഞത്. ആർക്കും എന്താണ് അള്ളാഹുക്ക് നമ്മുടെ ആഖിബത്തിനെ നന്നാക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ സൽപ്രവൃത്തി വിശ്വസിച്ച് സൽപ്രവൃത്തികളിൽ മുന്നേറി സ്വർഗം ചോദിക്കാനാണ് പറഞ്ഞത്. നമ്മളത് ചെയ്യാം. ചില ആളുകൾ അലസന്മാരാണ്, മടിയന്മാരാണ്. അവർ ലൗഹുൽ മഹ്ഫൂദിൽ വായിച്ചു വന്ന മാതിരിയാണ് ഇവിടെ പെരുമാറുന്നത്. എൻ്റേത് മറ്റേതാണ് തീരുമാനിച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ എന്ത് ചെയ്തിട്ടും കാര്യമല്ല എന്ന നിലക്ക് ചില ആളുകൾ പെരുമാറുകയാണ് ചെയ്യുന്നത്. നമ്മളോട് പറഞ്ഞ ശരിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗം സൃഷ്ടിച്ചു, നരകം സൃഷ്ടിച്ചു, സ്വർഗാർഹരെ സൃഷ്ടിച്ചു, നരകാർഹരെ സൃഷ്ടിച്ചു. പക്ഷെ അതിൻ്റെ ലിസ്റ്റ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആർക്കും കൊടുത്തിട്ടുമില്ല, ഇവിടെ അവതരിപ്പിച്ചിട്ടുമില്ല. അള്ളാഹു സ്വർഗം സൃഷ്ടിച്ചു, അതിൻ്റെ അർഹരെയും സൃഷ്ടിച്ചു. ആരാണ് അർഹർ അവരേ ആ സ്വർഗത്തിൽ പോകും. നരകം സൃഷ്ടിച്ചു, അതിൻ്റെ അർഹരെയും സൃഷ്ടിച്ചിട്ടുണ്ട്. അള്ളാഹു നമ്മൾ നരകത്തിൽ നിന്ന് കാക്കുമാറാവട്ടെ, നഊദുബില്ലാ. ആരാണ് അതിൻ്റെ ആളുകൾ എന്നുള്ളത് അള്ളാഹു അറിയിച്ചിട്ടില്ല. അള്ളാഹു നിശ്ചയിച്ചവരെ തന്നെ ഇതിൽ പോകുള്ളൂ. നമ്മളുടെ മേൽ എന്താണ് ബാധ്യതയാക്കപ്പെട്ടുള്ളത്? അത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ഇസ്തിഖാമത്തിന് വേണ്ടിയിട്ട് അള്ളാഹിനോട് ദുആ ഇരക്കുക എന്നുള്ളതാണ്. സ്വർഗം അള്ളാഹുവിനോട് തേടുക എന്നുള്ളതാണ്. അള്ളാഹുവിനോട് തേടിയാൽ അത് മനന്നൊന്ന് തേടിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കനിയും. ലാ യറുദ്ദുൽ ഖദാ ഇല്ല ദുആ. ദുആയാണ് വിധിയെ ചെറുക്കാനും വിധിയെ തടുക്കാനും ഉള്ളത്. ദുആയിലൂടെ വിധി ചെറുക്കപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വഖിനാ വസ്രിഫ് അന്നാ ശർറ മാ ഖദൈത്. നീ വിധിച്ചതിലെ കെടുതികൾ, അതിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണമേ എന്ന് നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞില്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക, സ്വർഗം ചോദിക്കുക, സ്വർഗാർഹമായിട്ടുള്ളതായ പ്രവൃത്തികളെ ചോദിക്കുക. ഇതാണ് നമ്മളുടെ മേൽ ബാധ്യതയായിട്ടുള്ളത്. ആളുകൾ അവരുടെ മേൽ ബാധ്യതയാക്കാത്ത തലയിലേറ്റിട്ടാണ് എന്ത് ചെയ്യുന്നത്? പലപ്പോഴും പെരുമാറുന്നത്. വിധിവിശ്വാസം നമ്മുടെ ദീനിൻ്റെ അടിസ്ഥാനം തന്നെയാണ്. വിധിവിശ്വാസം അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ചതാണ് സംഭവിക്കുക. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ചത് കൊണ്ടല്ല സംഭവിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ചതാണ് സംഭവിക്കുക, പക്ഷെ വിധിച്ചത് കൊണ്ടല്ല സംഭവിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ത്രികാലജ്ഞനാണ്. ഇവിടെ എന്ത് നടക്കും എന്നുള്ളത് അല്ലാഹുവിന് അറിയാം. അതുകൊണ്ട് തന്നെ നടന്നു കഴിഞ്ഞിട്ട് എഴുതേണ്ട കാര്യമല്ല. അള്ളാഹ്ക്ക് നടക്കുന്നതിന് മുമ്പ് തന്നെ അത് എഴുതാൻ. കാരണം അള്ളാഹു ത്രികാലജ്ഞനാണ്. ഒരുത്തൻ പോയാൽ എങ്ങനെ പോകും, എവിടേക്ക് പോകും എന്നുള്ളത് പോയി കഴിഞ്ഞതിന് ശേഷം നമുക്കൊക്കെ അറിയാനും എഴുതാനും പറ്റുള്ളൂ. പക്ഷെ അള്ളാഹ്ക്ക് അതിന് കാത്തിക്കേണ്ട കാര്യമല്ല. ഒരുത്തൻ എവിടേക്ക് പോകും, എങ്ങനെ പോകും എന്നുള്ളത് അള്ളാഹ്ക്ക് അലയെ കൂട്ടി അറിയാം. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് രേഖപ്പെടുത്തിയിട്ട്, ഒപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല മേധാശക്തിയും സ്വാതന്ത്ര്യവും നൽകിയിട്ട് മനുഷ്യനെ ഇവിടെ പടക്കുകയും ചെയ്തിട്ടുണ്ട്. ശരിയും തെറ്റും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ശരിയുടെ പാതയും തെറ്റിൻ്റെ പാതയും അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. ശരിയുടെ പാതയിലൂടെ പോയാൽ അവിടെ എന്ത് എന്നുള്ളതും തെറ്റിൻ്റെ പാതയിലൂടെ പോയാൽ അവിടെ എന്ത് എന്നുള്ളതും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്വാതന്ത്ര്യത്തിലാണ് അതിന് മുന്നിൽ മനുഷ്യനെ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളത്. ഒരു മനുഷ്യനാണ് തൻ്റെ ഭാഗതയെ തീരുമാനിക്കുന്നത്, സ്വീകരിക്കുന്നത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കാലേക്കുട്ടി എഴുതി എന്നുള്ളത് ശരിയാണ്. ആ എഴുതിയത് കൊണ്ടല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതിയത് ഇവൻ എവിടെ എത്തും എന്നുള്ളത് അള്ളാഹ്ക്ക് അറിയണത് കൊണ്ടാണ്. അള്ളാഹിനോട് നമ്മൾ വിധിയിൽ എന്തെങ്കിലും വിപരീതമായി ഉണ്ടെങ്കിൽ, തീയതായി ഉണ്ടെങ്കിൽ, നമുക്ക് അപകടകരം, അള്ളാഹിനോട് രക്ഷയ്ക്ക് തേടുക. അത് പറഞ്ഞില്ലേ,
ദുആ ഖളാഇനെ ചെറുക്കും എന്നുള്ളത്. അതാണ് അതിൽ പറയാനുള്ളത്. അല്ലാഹു അലം.